മക്കളെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡിവൈസിബിലിറ്റി ടെസ്റ്റ്. നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് നമുക്കത് തെറ്റുകൂടാതെ ചെയ്യാനും സ്പീഡ് കിട്ടാനും ഡിവൈസിബിലിറ്റി ടെസ്റ്റ് എന്ന ആ പോർഷൻ ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 ഡിവൈഡഡ് ബൈ 2 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് പറയാം 2 ഈസ് ഡിവൈസിബിൾ ബൈ 6. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ബേസിക് ഫണ്ടമെൻ്റലിലെ ആദ്യത്തെ പോർഷനിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 6 ഡിവൈഡഡ് ബൈ 2 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് വൺ, 2 ഈസ് എ ഫാക്ടർ ഓഫ് 6, 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് 6 ഈസ് ഡിവൈസിബിൾ ബൈ 2. ഈ 3 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഡിവൈസിബിൾ എന്ന് പറഞ്ഞാൽ ഡിവൈസിബിലിറ്റി. നമുക്ക് ഒരു നമ്പർ നമുക്ക് കിട്ടി. ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? നമുക്ക് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ നോക്കുമ്പോൾ, ഈ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് നോക്കുമ്പോൾ അത് ഈവൻ നമ്പർ ആണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ആ നമ്പറുകൾ നമുക്ക് തന്നിരിക്കുന്ന അത് 111. ഇതിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഈ 3 ഡിജിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം. 1 + 1 + 1 3. അതിൻ്റെ ടോട്ടൽ നമുക്ക് 3 എന്ന് കിട്ടി. എന്നിട്ട് ഈ ടോട്ടലിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ, ഈ ടോട്ടലിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ നമുക്ക് നോക്കാം. 3/3 = 1. ഈ ടോട്ടലിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണ്. അതുകൊണ്ട് 111നെ 3 കൊണ്ട് നമുക്ക് ഡിവൈസിബിൾ ആയിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിളും കൂടി നോക്കാം. നമുക്ക് 2, 3, 4 ഇതിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ? നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. നമ്മളത് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 2 + 3 + 4 = 9. അപ്പം 9നെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണ്. കാരണം 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ഇൻറ്റിജർ കിട്ടും. അപ്പം ഇതിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സമ്മിനെ, നമ്പറുകളുടെ ഡിജിറ്റുകളുടെ സമ്മിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ ഈ 234 എന്ന നമ്പരും 3 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2, 3, 4 നമുക്ക് 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നോക്കാം. 3 നമുക്കറിയാം 7. 3 × 7 21 ആണ്. ബാലൻസ് 3 ഉണ്ട്, ബാലൻസ് 2 ഉണ്ട്. പിന്നെ ഈ 4ഉം കൂടി വരുമ്പം നമുക്ക് 24ൽ എത്ര 3 ഉണ്ട്? 8 ഉണ്ട്. കണ്ടോ? അപ്പം നമുക്ക് 234 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 78 ഒരു ഇൻറ്റിജർ ആണ്. അതായത് 234നെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണ്. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ഇതിൻ്റെ സം എടുത്തിട്ട്, ഈ ഡിജിറ്റുകളുടെ സം എടുത്തിട്ട് ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നോക്കുക. ഡിവൈസിബിൾ ആണെങ്കിൽ ഈ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. ഇനി അടുത്തത് 4 കൊണ്ടുള്ള ഡിവൈസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 4 കൊണ്ട് നോക്കുവാണ്. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ നമുക്ക് ഇത്രയും കണ്ടീഷനുള്ളൂ. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. ഇവിടെ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് 248 ഇതിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റേ ഉള്ളൂ. ലാസ്റ്റ് 2 ഡിജിറ്റുകൾ എടുക്കണം. ഇതേ കണ്ടോ,
48. ഇതിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ ഈ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. നമുക്കറിയാം 48 എന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണ്. കാരണം 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പോൾ 48നെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണ്. Therefore 248 എന്ന നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. അപ്പോൾ ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നോക്കണം. ആ ലാസ്റ്റ് ടു ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ ഈ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. ഇനി 5ന്റെ ഡിവൈസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നമ്പറിൻ്റെ 125, 120 ഇത് രണ്ടും 5 കൊണ്ട് ഡിവൈസിബിളാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 5ന്റെ ഡിവൈസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. ഏത് നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. ഇപ്പം ലാസ്റ്റ് ഡിജിറ്റ് 0യോ അല്ലെ 5ഓ വന്നാൽ ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ ഏത് എക്സാമ്പിളും പറയാം. എത്ര വലിയ നമ്പർ ആണെങ്കിലും 1, 2, 4, 5 ഇതിനെ 5 കൊണ്ട് ഡിവൈസിബിൾ ആണ്. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈസിബിളാണ്. ഇനി 6 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെ പറയും? നമുക്കൊരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി സിമ്പിൾ ഒരു ട്രിക്കേ ഉള്ളൂ. 6 എന്ന് പറയുന്നത് നമുക്ക് 3 × 2 ആണെന്ന് നമുക്കറിയാം. 6 എന്ന് പറയുന്നത് 3 × 2 ആണ്. അപ്പോൾ ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈസിബിൾ ആണെങ്കിൽ ആ നമ്പറിനെ 6 കൊണ്ടും ഡിവൈസിബിൾ ആയിരിക്കും. ഇത്രയും ബേസിക് ആയിട്ട് മക്കൾ പഠിക്കുക. ഇത് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ 7, 8, 9 ഇത് മൂന്നും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. മക്കളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.